ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് കാർ ഫോർ സെയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയ്യിൽ 21,190 രൂപ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർ വരാത്ത ഈ കാറ് കണ്ടിട്ടോ ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാറ് റിപ്പയർ ചെയ്ത് പെയിൻ്റ് അടിച്ച് പോളിഷും ഒക്കെ ചെയ്ത് വണ്ടി വൃത്തിയാക്കി പെട്രോളൊക്കെ അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോയി വിൽക്കാം എന്നാണ് എൻ്റെ പ്ലാന്. ഓക്കെ, നമ്മൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇയാളോട് ചോദിക്കാം എത്രയോ 629 രൂപയും 1.5 മിനിറ്റാണ് കാർ നേരാക്കി എടുക്കണത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് കാറ് പെയിൻറ് ചെയ്യണം, പോളിഷ് അങ്ങനെയൊക്കെ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൃത്തിയാക്കാൻ പോകണം. ഓക്കെ, വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി പിന്നെ നമ്മളെ ഇഷ്ടത്തിലെ വിലയ്ക്ക് അവിടെ വിൽക്കും. എന്നിട്ട് ആൾക്കാർ വരുന്നുണ്ടോ വരുന്നില്ലേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ കാർ നേരാക്കുന്നതിൻ്റെ മുമ്പ് ഇവിടുത്തെ ജങ്കി ആടിയിൽ എന്തെങ്കിലും മെറ്റൽ ഉണ്ടോ നോക്കട്ടെ. ഇവിടുത്തെ മെറ്റൽ ഉണ്ടെങ്കിൽ അയാൾക്ക് പെറുക്കി കൊടുത്താൽ മതി. ഇല്ല ഗൈസ്, മെറ്റലല്ല. അപ്പോൾ ഇവിടുത്തെ മെറ്റൽ ഇയാൾക്ക് പെറുക്കി കൊടുത്താൽ ഇയാൾ നമുക്ക് ആ പൈസ തരും കേട്ടോ. ഇതവിടെ ഇയാൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 30-35 സെക്കൻഡ് ഉള്ളൂ ഇനി ആക്കാൻ. 67% റിപ്പയർ ആയിട്ടുണ്ട്. ഒരാഡ് ഇതിൽ മെയിൻ പ്രശ്നം എന്താ പറയുക, ആടാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ടാബിൽ ലോൺ എടുക്കാൻ പറ്റുമോ? ലോൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റാക്കാറ്. ബാങ്ക് ലോൺ എടുക്കാം ഗൈസ്, നോക്കാം. ബില്ല് എന്തെങ്കിലും ആയിട്ടുണ്ടാവില്ലല്ലോ? ഇല്ല ഗൈസ്, ബില്ലില്ല. പിന്നെ അപ്ഗ്രേഡ്സ് ഡെക്കറേഷൻ ഇതെന്താ? വെഹിക്കിൾ ഈസ് റിപ്പയർഡ് ആയിട്ടുണ്ട്. എൻ്റർ ചെയ്യാം. ഇങ്ങോട്ട് പോയിട്ട് അയ്യോ, അവിടെ ഏതൊരു കാറ് വന്നു നമ്മൾ കേറിൻ്റെ ഇടക്ക്. കാണിതിലും പറ്റി? ഇല്ല, പറ്റിയിട്ടില്ല. കയറി ഇരുന്നിട്ടുണ്ട്. ഇയാളോട് സംസാരിക്കാം. മെറ്റാലിക്ക് ₹6,000 പോളിഷ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇവിടെ എന്താ പെയിന്റ് അടിച്ചാൻ പറ്റൂലേ? യെസ്, വണ്ടിൻ്റെ കളറ് ഗൈസ്, വണ്ടിൻ്റെ കളർ ഏതാക്കണം? പച്ച, ചുവപ്പ്, മഞ്ഞ. രസപ്പോ ചുവപ്പ് വേണ്ട, പച്ച മതി ഗൈസ്. 3,000 രൂപ. എൻ്റെ അമ്മ, $3,000 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ. ഇനി നമ്മളിത് വൃത്തിയും കൂടി ആക്കുമ്പോൾ പണി വാളും. ഇവിടെ
യെസ് ചേട്ടാ വൃത്തിയാക്കൂ. 6000 ഇഞ്ചടുത്ത് ഒരു 5561 രൂപ ഉള്ളൂ. നല്ല വിലക്ക് വിൽക്കൂട്ടോ. അത് നമുക്ക് അത്രയും പൈസ ചിലവായിട്ടുണ്ട്. വൃത്തിയുണ്ടോ ചോദിച്ചാൽ ഫുള്ള് വൃത്തിയാവണം. ഫുൾ വൃത്തിയായാലുള്ളൂ നമുക്ക് കാറ് വിൽക്കാൻ പറ്റും. അല്ലാതെ ഫുള്ള് വൃത്തിയാവാതാക്കിയിട്ടൊരു കാര്യമില്ല. വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സത്യം പറഞ്ഞാൽ വൃത്തിയാവുന്നില്ല. നമുക്ക് അവസാനം എന്താന്ന് നോക്കാം. പിന്നെ അവിടെ പെട്രോൾ അടിച്ചാൻ പറ്റുമോ? പെട്രോൾ അടിച്ചണോ നോക്കാം. പറ്റുമെങ്കിൽ പെട്രോൾ അടിച്ച കഴിഞ്ഞു. മോനെ വെട്ടി തിളങ്ങണേ സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. ഇത് ഇങ്ങനെ നിർത്തിയിട്ട എന്താ ചളിയില്ല പോലെ തോന്നും. പക്ഷെ ഇതെന്താ അറിയോ, ആടെ കയറി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഇതെന്താ അറിയോ, നമ്മൾ ഈ ഗോൾഡിന്റെ പോലെ തിളങ്ങാണതേ. നോക്കി ഇതിൽ കൂടി പോകണ്ട. ചളി പിടിക്കും. നമുക്കിത് കൊണ്ടുപോയി വിൽക്കാനിടാം. വല്ല സേഫായി. എൻ്റെ അമ്മയെ മുട്ടിയോ. ആർക്കോ ടാബ് എടുത്തോ, ക്യാമറ എടുത്തോ. ക്യാമറ യെസ് എടുത്തിട്ടുണ്ട്. സേവ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കേട്ട് ഫോട്ടോ യെസ്. അതാ അയ്യോ എടുത്തിട്ട് അവിടെ ഞാൻ ഡിലീറ്റ് ആക്കിക്കാണ് ഗൈസ്. ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. പിന്നെ വെബ് പേജ് പോയി കാർ ഫോർ സെയിൽ. പിന്നെ ഇവിടെ നമുക്ക് നെക്കിയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാം കേട്ടോ. യെസ് 5000. നമ്മളിതിന് ഒരു സത്യം പറഞ്ഞാൽ നമുക്കിതിന് 54,000 രൂപ ചിലവായി. എങ്ങനെ 54,000 രൂപ ചിലവായിട്ടുണ്ട്. അപ്പം അത് കുറച്ച് ആക്കി കുറവാണ്. നമുക്കിത് 80,000 പൊട്ടിട്ടൊന്ന് സെയിൽ വെക്കാം കേട്ടോ. 80,000 വെക്കാം. ഇനി ആൾക്കാർ വരുന്നുണ്ടോ നോക്കാം കേട്ടോ. സത്യം പറഞ്ഞ് ഈ കാറ് വിറ്റ് പോകില്ല എന്ന് തോന്നുന്നു എനിക്ക്. ആൾക്കാർ വന്നാൽ മതി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തിരിക്കേണ്ടി വരും. അതാണ് ആകെയൊരു പ്രശ്നം. പിന്നെ നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മൾ ഓഫീസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേ വെബ് പേജ് അപ്ഗ്രേഡ്, ഡെക്കറേഷൻ, ക്യാമറ, ഫോട്ടോ, ഓൺലൈൻ ടൗണോ. ഇതെന്താ അയക്കണേ. പക്ഷെ ഇതുവരെയായിട്ട് ആള് വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ഈ ഹാൻഡിൽ കണ്ടറിയാം. നമ്മളെ കയ്യിൽ ഇപ്പോൾ ക്ലീൻ ആക്കുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് ആള് വന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത്.
ഇപ്പം എനിക്ക് തോന്നുന്നത് രാത്രി ഗൈസ് ഇനി രാത്രി ആയതുകൊണ്ടാണ് ആൾക്കാർ വരാം. ഗൈസ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടില്ല. എന്ത് മണ്ടത്തരം അത് കാട്ടിയേക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പൊന്ന് ഗൈസ്, ഞാൻ ഓഫീസ് ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ആൾക്കാർ വരിക. എൻ്റെ അമ്മ, ഞാൻ ഓഫീസ് ഓപ്പൺ ആക്കാൻ മറന്നതാണ്. ഇപ്പം നമുക്ക് എത്ര രൂപ ആയെന്ന് ചോദിച്ചാള്. നമുക്ക് അതിന് 21,100 എത്ര ഉണ്ടായല്ലോ. ഓഫീസിൽ പോകാം. ഇനി നമുക്ക് 8 മണി ആയാൽ നമ്മളെ കട ഓപ്പൺ ചെയ്യാം. ചളി കഴിക്കണമല്ലോ. നമുക്ക് നമ്മുടെ സ്കിൽ പോയിന്റ് 20,000 രൂപ നമുക്ക് എന്തിനു? നമുക്കെന്തോ ക്ലെയിം ചെയ്യാണ്ട്. ഇപ്പം നമ്മളെ കയ്യിൽ 45,000 ഉണ്ട് കേട്ടോ. 8 മണി ആവാനായി. സ്കിൽ പോയിന്റ് അൺലോക്ക് ആയിക്കണമെന്ന് ചോദിച്ചാൽ സ്കിൽ പോയിന്റ് അവിടെ. യെസ്, നമുക്കൊരു സ്കിൽ പോയിന്റ് ഉണ്ട്. ബാർഗൻ വേണോ, കാറ് വൃത്തിയാക്കണ വേണോ, എന്ത് ചെയ്യണം ഗൈസ്? ഡാമേജ് നമുക്ക് ബാർഗെയിൻ അൺലോക്ക് ചെയ്യാം ഗൈസ്. ബാർഗെയിൻ നമുക്ക് ആൾക്കാരോട് ഓരോന്ന് ഇത്ര വില വേണം, എത്ര വേണം എന്ന് പറഞ്ഞാൽ മതി. യെസ് ഗൈസ്, നമ്മുടെ ഓഫീസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ആൾക്കാർ വരില്ലേ എന്നാണ് ഇപ്പം നോക്കാൻ പോണത്. ഒരു കാറുണ്ട്, പക്ഷെ അതല്ല എനിക്ക് പ്രശ്നം. കാറിൽ ചളിയുണ്ട്, പിന്നെ ആള് വരുന്നുമില്ല. നമ്മളിവിടെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആള് വരുമോ വരൂലേ എന്നുള്ള വെയിറ്റ് ചെയ്യാണ്. പിന്നെ സ്കിൽ പോയിന്റ് നമുക്ക് വൃത്തിയാക്കാൻ ഇനി സ്കിൽ പോയിന്റും ഇല്ല. ബട്ട് ഗൈസ്, ഒരാളും വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആള് വരുന്നുണ്ടോ വരുന്നില്ലേ നമുക്ക് നോക്കാട്ടോ. Okay, come on. ഒറ്റൊരാൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇല്ല ഗൈസ്, ഇതെന്താ 1 മണിക്ക് എന്തിട്ടാ എന്താ വണ്ടിയുടെ ചുറ്റി എന്താക്കണ്ടേ? എനിക്ക് തോന്നുന്നത് നമ്മളെ സ്റ്റോർക്ക് ആൾക്കാർ വരുന്നില്ല. അതാണ് ഗൈസ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മുടെ സ്റ്റോറിലേക്ക് ആരും വരുന്നില്ലല്ലോ ഗൈസ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, പെട്രോളും നിറച്ചു. നമ്മളെത്ര കുറേ പൈസ പോയി. നമുക്ക് ഒരു ഏകദേശം പറഞ്ഞൊരു 16,000-15,000 രൂപ ചിലവായിട്ടുണ്ടാവും. എന്നിട്ട് ഒറ്റൊരാളും വരുന്നില്ല. പിന്നെ നമ്മളെ കാറും കൂടെയും കൂട്ടി എത്ര 54,000 രൂപ ചിലവായി. എന്നിട്ടൊരാളും വരുന്നില്ല. ഇനി ആൾക്കാർ വരെ വേറൊന്നും ചെയ്യാനില്ല. നമുക്ക് ടാബ് പറഞ്ഞിട്ടൊരു വില, അതേപോലെ നമ്മൾ ചെയ്യണോ?
ഫോർസ് എന്താണ്? യെസ് ഇവിടെ യെസ് ഇത് മതി. ഈ വില ഇട്ടോ കേട്ടോ. നമുക്ക് ടാബ് പറഞ്ഞ വിലയാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിട്ടിട്ട് ആള് വരുന്നുണ്ടോ വരുന്നില്ലേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടാബില് ഇനി നമുക്ക് വേറെ ഇതിൽ ആപ്പ് ഏതാപ്പാ നോക്കിയാൽ വെബ് പേജ് ഫോർ സൈഡ് ബക്ക് GNU ബൈനർ. ഇത് വിൽക്കൂല, ഇനി ഇത് വിറ്റ് പോകൂല. നമുക്ക് വേറെ കാർ വാങ്ങണോ? നിർമ്മാണോ? 1 മണിക്ക് എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓപ്ഷനാണോ? 1 മണിക്ക് ഓപ്ഷൻ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയോക്കാം കേട്ടോ. ഓപ്ഷനാണോ? ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഓപ്ഷൻ തന്നെ ആൾക്കാര്. 5000 രൂപ ടിക്കറ്റോ? എൻ്റെ അങ്ങനെ നോക്കലോട്ടോ നീ. 5000 രൂപ ടിക്കറ്റ് കാർ ഓപ്ഷൻ കിട്ടും. നമുക്ക് നമ്മൾ കാർ ഇവിടെ കൊടുത്തിട്ട് ടിക്കറ്റ് ഇതാ. 5000 രൂപ എടുത്ത ടിക്കറ്റ് സിറ്റ് പരസ്യം. ഫസ്റ്റത്തേതോ 6 ലക്ഷത്തിൻ്റെ കാറോ നമ്മളെ കൊണ്ട് പറ്റില്ല, അറിയാലോ. ഇതൊന്നും പറ്റില്ല ഗൈസ്. കാറിന് ഡോറിന് ഡാമേജും ഉണ്ട്. അടുത്ത കാറ് പറ്റില്ല. നമ്മളടുത്ത് വെറും 40,000 രൂപ ഉള്ളൂ. മറ്റു കാർ 6,953,503 അത് മേടിച്ചിട്ടുള്ളത്. ഈ കാർ ഇപ്പം തന്നെ 6 ലക്ഷത്തിയായി. 6,10,000 എത്രയൊക്കെ ആയി ഗൈസ്. ഇപ്പം തന്നെ 6,64,900. ഈ കാറ് എൻ്റെ അമ്മ, ഇതൊക്കെ എന്തിട്ട് എങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത ഇതായോ ഗൈസ്. എനിക്ക് ഞാൻ പറഞ്ഞു പോണോ? അവസാനത്തെ കാറ് വരാനുണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് നോക്കാം. ഇപ്പത്തന്നെ എൻ്റെ അമ്മേ, ലാസ്റ്റ് കാറ് ഇല്ല ഗൈസ്, പറ്റില്ല. നമുക്ക് പറ്റില്ല, നമ്മളെ കൊണ്ട് താവുന്നതല്ല ഗൈസ് ഇത്. പക്ഷെ അതുള്ള പ്രശ്നം, ഇതുവരെയായിട്ട് ഒരാള് വന്നിട്ടില്ല. നമ്മൾ ടാബ് പറഞ്ഞ വിലക്കും വിറ്റു, എന്നിട്ടൊരു ഗുണവും ഇല്ല.
ആരും വന്നിട്ടില്ല ഗൈസ്. ഈ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, ഒരാൾ വരുന്നുമില്ല. നമ്മൾ ഇത്രയും ചെയ്തു എന്നിട്ടും വന്നില്ല ഗൈസ്. നമുക്ക് നെയ്ബർഹുഡിൽ പോയി വേറെ കാറ് വാങ്ങാം. എനിക്ക് തോന്നുന്നു ആ കാറ് പോവൂല എന്നാണ് എനിക്ക് ഉള്ള സംശയം. ഓക്കെ, അതാണ് എനിക്ക് ഇനി കാർ ഫോർ സെയിൽ അകത്തേക്ക് വരും. യെസ് ഗൈസ്, നമുക്ക് നെയ്ബർഹുഡിലേക്ക് ഒന്ന് പോയി നോക്കാം. നെയ്ബർഹുഡിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, കഴിഞ്ഞ വില തന്നെ ഉള്ളൂ. അവിടെ സേവ് ആയിക്കണം കേട്ടോ. പക്ഷേ ഒരാളും വരുന്നില്ല. നമ്മൾ കാർ ഇവിടെ ഉണ്ട്. ഒറ്റൊരാൾ വന്നു. നമുക്ക് നെയ്ബർഹുഡിൽ പോയി ഇതിൻ്റെ ഇടയിലുള്ള വിലയില് ദേ കസ്റ്റമർ വന്നു. യെസ് കസ്റ്റമർ വന്നു ഗൈസ്. യെസ് ചേട്ടാ. യെസ് ഗൈസ്, നമ്മൾ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇതിൽ 55,628 രൂപയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇയാളിത് എടുക്കാം. യെസ്, നമ്മളിപ്പോൾ കയ്യിൽ 9,000 എത്രയൊക്കെ ഉണ്ട്. യെസ് ഗൈസ്, നീ ഇതുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമ്മുടെ നെയ്ബർഹുഡ് പോയിട്ട് ഇതിന് പാകത്തിനുള്ള കാറ് നമുക്ക് വാങ്ങണം. ഇതിനെത്ര ആവും? ലക്ഷത്തിമാവോ? അത്ര 61,000 ഉള്ളൂ. 61,000 നമുക്കൊരു ബാർഗെയിൻ ചെയ്യണം. നമുക്ക് ഒരു 61,000 തന്നെ ഒരു 58 തരാൻ പറ്റുമോ? 58 തരാൻ പറ്റൂല. എന്നാ ഒരു 59 തരാൻ പറ്റുമോ? യെസ് ഗൈസ്, 59 തന്നിട്ടുണ്ട്. അയ്യോ, എവിടെയും കുത്തല്ലേ. ഇത് കൊണ്ടുപോയി നമുക്ക് വിൽക്കാട്ടോ. ജസ്റ്റ് മിസ്സാണ്. ഇവിടെ കാർ മാർക്കറ്റ്, അവിടെ നിന്ന് ഇതിൽ കാറ് വാങ്ങുന്ന സെറ്റപ്പ് ആയിരിക്കും. ഇവിടെ വേറെ എന്തുകൊണ്ടല്ലോ. ഇവിടെ തട്ടല്ല മോനെ. അയ്യോ, തട്ടല്ലേ മോനെ. ഇവിടെ ചെറിച്ചത് വളക്കാതെ സാവധാനം ഇറങ്ങ്. നമുക്കിത് വിൽക്കാട്ടോ. ഇപ്പം തന്നെ വിൽക്കാം. ഇപ്പം ആൾക്കാർ വരുന്ന സമയത്ത് തോന്നുന്നു. ഇതിത്ര 64,000 പോരാ. ഒരു 70,000 പുട്ടിട്ടുണ്ട്, സെയിലിട്ടിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇനി ആൾക്കാർ വീഡിയോ നോക്കാം. ഇപ്പോൾ വേറെ സാധ്യത ഉണ്ടോ ചോദിച്ചാൽ അല്ല, കാരണം രാത്രി ആവാനായല്ലോ. ഇപ്പോൾ വരൂലെന്നാണ് തോന്നുന്നത്. ഈ സമയം ആരും വന്നിട്ടില്ല ഗൈസ്. 8 മണിയായ നിങ്ങൾക്കറിയാലോ.
രാത്രി ആവും. പിന്നെ നമുക്ക് ഈ കട അടച്ച് പോണ്ടി വരും. കട അടച്ചാൽ പിന്നെ ആളുകൾ ഇല്ല. അങ്ങനത്തെ ഒരു ഭക്ഷണം നമുക്ക് ഉണ്ട്. സ്കിൽ പോയിന്റ് ഇപ്പം അൺലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലീനിങ്ങിൻ്റെ സംഭവം കൊടുക്കും കേട്ടോ. പിന്നെ ഗൈസ് രാത്രിയായി, നമുക്ക് നേരെ പോയി നമ്മളെ കാരവാൻ പോയി ഉറങ്ങാം കേട്ടോ. കാരവാൻ I'll take it. I'm the elder one. You relax. I'll take it. Don't bother, Chachi, guys. We'll all take it. കാരവാൻ പോട്ടെ. ഗൈസ് നമ്മൾ ട്രാവൽ ചെയ്ത് കാരവാനിക്ക് വന്നു. ഇപ്പോൾ ഏകദേശം നമ്മളെ കയ്യിൽ 36,408 രൂപയുണ്ട്. അപ്പോൾ നമുക്കിന്ന് നെക്സ്റ്റ് ഡേ അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകാം. ഓഫീസിൽ പോയിട്ട് ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പണാണ്. ഇപ്പോൾ ഓപ്പണാണ്. പക്ഷെ കാർ മാർക്കറ്റ് പോകണമെങ്കിൽ അവിടുത്തെ കാറുകൾക്ക് നല്ല വില ഉണ്ടാവും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ല. ഈ കാറ് വിറ്റ് നമുക്ക് പോകാൻ നോക്കുക. പക്ഷെ ഒരാളും വരുന്നില്ല. നമുക്ക് ആള് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെയാണ് കട തുറന്നത്. കാരണം 8 മണി ആയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. 8 മണി ആയിട്ടില്ല. ഇനി 8 മണിയാവണേ. യെസ് ഗൈസ്, 8 മണി ആയിട്ടുണ്ട്. ഇനി ആൾക്കാർ വരുമോ നോക്കാം കേട്ടോ. ഇല്ല ഗൈസ്, ഇവിടെ എന്താ ടിക്കറ്റിൻ്റെ എന്തോ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ചെയ്തല്ലേ, ഇത് ഇതാക്കിയതാണല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഗൈസ്, ഇതൊന്നുമില്ല. നമുക്ക് വെബ് പേജ് പോയിട്ട് ഇല്ല, നമ്മളടുത്ത് അത്രയും പൈസ ഇല്ല. ഡെക്കറേഷൻസിൽ ഓഫീസ് അപ്ഗ്രേഡ്സോ അതുപോലെ ഡെക്കറേഷൻസ് നോക്കാം. സൈനല്ല മാർക്കറ്റിൽ നമ്മൾ എത്രയൊക്കെ 11 ആവണം ഗൈസ്, എന്നാലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇല്ല ഗൈസ്, ഒരൊറ്റൊരാളും വരുന്നില്ല. നമുക്ക് വെറുതെ കാർ മാർക്കറ്റിൽ പോയി വന്നാലോ. ഇതൊന്നും പരസ്യം അവിടെ ഏതൊക്കെ കാറുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. കാർ മാർക്കറ്റ് കുറേ കളർഫുൾ കാണുന്നുണ്ട്. ഏതൊക്കെ ഉണ്ടോന്നോ. അത്യാവശ്യം കുറേ വണ്ടികളുണ്ട്. ഇത് മറ്റേ നഴ്സറീസിൻ്റെ അല്ലേ? എൻ്റെ അമ്മേ, ഇതൊക്കെ നഴ്സറീസിൻ്റെ അല്ല, BMW ആണ്. ഇത് BMW ആണ്. അല്ല, നഴ്സറി സ്കൂപ്പിയാണ്.
7,00,000 എൻ്റെ മോനെ. ഒരു ദിവസമൊക്കെ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഒറ്റ ഒരാളും വന്നിട്ടില്ല. ട്രാവൽ ചെയ്തു ഓഫീസൊക്കെ എത്തി. ഇയാൾക്ക് നമ്മൾ വീക്കിലി എത്ര 500 രൂപീസ് കൊടുക്കണം ഇയാൾക്ക്. പക്ഷേ കൊടുക്കാൻ നമ്മളെ അടുത്ത് ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ വണ്ടി എത്ര തന്നെയാണ് പ്രൈസ് ഇട്ടുകണേ? കസ്റ്റമർ കസ്റ്റമർ വന്നു. ആഹു അങ്ങനെ ഇപ്പോഴത്തെ ഉള്ളിൽ കയറി പോണു. ചേട്ടാ എവിടെയാണ്? ഞാൻ പറഞ്ഞോളൂ. 69,000 എത്രയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 70,000 ഇട്ടിട്ടുള്ളത്. അയാൾ 69,600 പറ്റില്ല സേട്ടാ. നമുക്കൊരു 69,800 ഇതെങ്കിലും കിട്ടിയ നിങ്ങളെടുത്ത് കൊണ്ടുപോയിക്കോളി. അപ്പോൾ ഗൈസ് നമ്മളെ കയ്യിൽ ഇപ്പോൾ 1,00,000 ഉണ്ട്. ഓ മൈ ഗോഡ്, 1,00,000 ഉണ്ട്. എനിക്ക് കാറ് വിൽക്കാനൊക്കെ വിൽക്കും. പക്ഷെ എന്താ പറയുക, ഒരൊറ്റൊരാളും വരുന്നില്ല. അതാണ് പ്രശ്നം. ഇത് നമ്മളെ നഴ്സറീസിൻ്റെ നല്ല ലോഡ് പവർനെസ്സോ 52,000. എൻ്റെ അമ്മേ, അത്ര പറ്റൂല. 50,000 തരാം. പറ്റുമോ? 50,000 പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 51 അത് പറ്റും. യെസ്, 51 പറ്റും ഗൈസ്. എൻ്റെ ഇന്നത്തെ പരസ്യങ്ങളൊന്നും വരല്ലേ. എൻ്റെ അറിയ വൃത്തിയുണ്ട്. ഇല്ല, കുറച്ച് വൃത്തി കുറവാണ്. എൻ്റെ ഇതെന്തെങ്ങനെ നല്ല സ്പീഡുള്ള കാറാണിത്. ഇപ്പം തന്നെ തട്ടിന്. നല്ല സ്പീഡുള്ള കാറാണ്. ഇപ്പം നമുക്ക് 54,808 രൂപയുണ്ട്. കുറവാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതൊന്നും നമുക്ക് പോരാ. നമ്മൾ സ്റ്റെപ്പായി വെച്ച് പോരണം. വെരി ഗുഡ്. എവിടൊക്കെ തട്ടിയിട്ടുണ്ട്. നമുക്ക് വെബ് പേജ് കാർ ഓഫ് സെയിൽ 51,000 പോരാ. 70,000 നമ്മൾ പുട്ടിട്ട് ഓൺ സെയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആൾക്കാർ വരാനാണ് പണി. ഇതാണ് ഗൈസ് പണി. ആൾക്കാർ വരാനാണ് പണി. പിന്നെ നമ്മളിങ്ങനെ വെറും വായി നോക്കിയും കുത്തിരിക്കണം. പിന്നെ എന്തൊക്കെ ടിക്കറ്റിൻ്റെ എന്തൊക്കെ തേങ്ങ. ആൾക്കാർ വരാനാണ് പണി. ചില ഇതിലുണ്ടാവും എപ്പോഴും വരിക. നമ്മളിട്ടാൽ പിന്നെ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ അപ്പോൾ ആൾ വരും. അങ്ങനെ വേണം നമുക്ക്. ഇല്ല, സ്കിൽ പോയിന്റ് ഒന്നും അൺലോക്ക് ആയിട്ടില്ല. രാജിഗോസ് മോട്ടോഴ്സ് ഇപ്പം ഏകദേശം 3:20 ഒക്കെ സമയമായിട്ടുണ്ട് ഈ ഗെയിമിൽ. ഇന്ന് വെള്ളിയാഴ്ച ഫ്രൈഡേ ആണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗൈസ്, ഫ്രൈഡേ. ഓക്കെ,
ഇവിടെ ഒരു ഷോപ്പ് പോലെ ഉണ്ടല്ലോ. കേസോ, ഇതൊക്കെ കേസുണ്ട്. നമ്മളെ കാർ ഇവിടെ വിൽക്കാട്ടിട്ടുണ്ട്. ഈ കാറിൻ്റെ പേര് ലോഡ് ടോറസോ അങ്ങനെന്താണ്. ഇപ്പം 4 മണി ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശം 4 മണി. എന്നിട്ടും ആളുകൾ കാറ് വാങ്ങാൻ വന്നിട്ടില്ല. ഇയാളിത് നമ്മളെ കാറ് മാത്രമുള്ളല്ലോ പോക്കാൻ. അതെന്താ അങ്ങനെ? ഇയാളെ കാറെന്താ വെക്കാത്തത്? ഇപ്പോഴും കാർ മാർക്കറ്റ് ഓപ്പൺ തന്നെ ആണ്. Choose a country: America, China. America, blue, red. എന്താണ്? നോ ഗെസ്, നോ. നമുക്ക് നമ്മളെ ജോലി കാർഫോർ സൈഡിൽ ആളുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കലാണ്. അല്ലാതെ തൻ്റെ കൂതറകൾ കാണാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതും നിൽക്കുന്നതോ നടക്കുന്നതോ. പക്ഷേ ഒറ്റൊരാളും വരുന്നില്ല എന്നതിനാണ് സത്യം. ഒറ്റൊരാളും വരുന്നില്ല. ഇവിടെയൊക്കെ നമുക്ക് കാറ് നിർത്തിടാൻ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. ചാടി പറ്റില്ല. ചാടി. ഒരാളും വരുന്നില്ലല്ലോ. ആളുകൾ വരാനാണ് പണി. നമ്മുടെ എന്താ റിപ്പയർ 1 കാറ്, പിന്നെ വിൻ 1 ഡ്രാഗ് റേസ്. അപ്പം നമുക്ക് കിട്ടും. പിന്നെ ബൈ 1 ഡെക്കറേഷൻ ഐറ്റം, എൻ്റെ 3 ഡ്രാഗ് റേസസ്. പിന്നെ വിൻ 1 റേസർ ഡ്രാഗ് റേസ്. അതൊക്കെ എന്താണ് എനിക്കറിയാം. മേഡാ റേസ് പങ്കെടുക്കേ അങ്ങനെന്തോ. നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പിന്നെ ഗൈസ് എല്ലാവരെയും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറവ് ആണ്. ഓക്കെ, ഒരാളും ഇതുവരെയായിട്ട് വരുന്നില്ല. സ്കിൽ പോയിന്റ് ഉള്ളതൊക്കെ ക്ലീൻ ആക്കാൻ. പക്ഷെ ഒരാളും വരുന്നില്ല അങ്ങോട്ട്. കാറ് ക്ലീൻ ആണെന്ന് ചോദിച്ചാൽ അല്ല. കുറച്ച് ഇവിടെ ഇപ്പൊ ബിഗ് സെയിൽ, തേങ്ങാ സെയിലാണ്. ഇതേ ഇവിടെ ചളി അവിടെ ചളി. ഇത് വൃത്തിയൊന്നുമില്ല കേട്ടോ. ആൾക്കാർക്ക് കൊടുക്കേണ്ട കാറിപ്പം നമ്മൾ ഇങ്ങനെ കാട്ടുന്നത് കേട്ടോ. നമ്പർ പ്ലേറ്റോ
ഇപ്പം തന്നെ. ജങ്ക്യാർഡ് പോയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഗൈസ് സ്വാഭാവികം രാത്രിയായി. ഇനി നാളത്തെ ദിവസം പാടി നോക്കും. അതും കൂടി ഒന്നും ആയിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ ഈ വീഡിയോ നിർത്തിപ്പോകും. I found my clothes. My clothes are not easy. അയ്യോ കേസില്ല. The president. ഇപ്പോൾ കാറുവാൻ പോവാൻ നമ്മളെ കട അടച്ചിട്ടില്ല കേട്ടോ ഗൈസ്. കട അടച്ചിട്ടില്ല. അയ്യോ സ്ലീപ്പ്. $18 ലാഭോ? ഇന്ന് ഓപ്ഷൻ ഉണ്ട് 2 മണിക്ക്. അതിന് പ്രത്യേകിച്ച് പോയിട്ട് കാര്യം. നമുക്ക് റെഡ് കഫേക്കൊന്ന് പോയോ? ഓക്കെ, റെഡ് കഫേക്ക് ഇയാളെടുത്ത് നമുക്ക് ഒരു ചുറ്റിക വാങ്ങാം. അവിടെ